ഹായ് ഫ്രണ്ട്സ്, കോൺക്രീറ്റ് കൊണ്ടുള്ള വീടുകൾ നിർമ്മിക്കുന്ന പരിചയപ്പെടുത്തിയപ്പോൾ വീണ്ടും ആൾക്കാർക്ക് സംശയമായി ഇതിന്റെ ബലത്തിനെ കുറിച്ച്. കോൺക്രീറ്റിന്റെ അത്ര ഉറപ്പ് വേറെ എന്തിനു കിട്ടും? ആ ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ ഇതാ വലിയൊരു വീട്ടിൽ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വമ്പൻ വീട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങളുടെ എല്ലാ സംശയം തീർക്കും. സാധാരണ പലരും ചോദിച്ചു ചെറിയ കനത്തിൽ ചെയ്താൽ കോൺക്രീറ്റിൽ ബലം കിട്ടുമെന്ന്. വലിയ കനത്തിൽ ചെയ്ത് കാണിക്കാം. അതുപോലെ വലിയ ഹാൾ വേണം, വലിയ ഹാളും കാണിച്ചു തരാമെന്ന്. വീടുപണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെ കൂടെ നിങ്ങൾ വരുന്നുണ്ടെന്ന് അറിയാം. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. വലിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ ഈ കോൺക്രീറ്റ് സിസ്റ്റം പറ്റോ എന്നാണ്. നമസ്കാരം. മനോജാണ് കൂടെ ഉള്ളത്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ കോൺക്രീറ്റ് വീട്ടിലേക്ക് വന്നു അല്ലേ? നമ്മളെ രീതിയിൽ തന്നെ ഏകദേശം 75 വീടുകളോളം ചെയ്തു. 40 വീടോളം. പിന്നെ കുറച്ച് വീടുകൾ അപ്സ്റ്റെയർ ആണ്. നമുക്ക് അപ്സ്റ്റെയർ പറയുമ്പോൾ 2 നില വീടല്ലേ, ഒരു സിംഗിൾ സ്റ്റോറിയാണ്. ഓക്കെ, നമ്മള് രണ്ടാമത്തെ വീട്ടിൽ നിന്നാണ് നമ്മൾ വീഡിയോ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? 1 or 2? ഫസ്റ്റ് വീട്ടിൽ നിന്ന് ഒന്നിലന്നെയാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ട് നമ്മളെ വീടിന്റെ മുകളിൽ ചെയ്തത്. ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് അന്ന് ഫസ്റ്റ് ചെയ്ത വീഡിയോ അല്ലേ? അതെ, അതിനുശേഷമാണ് 75 വീടുകൾ എന്ന് പറയുന്നത്. കാരണം ഇതൊരു പുതിയ ടെക്നോളജി ഒന്നുമല്ല. ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. അല്ല, പുറത്ത് എല്ലായിടത്തും എല്ലാ രീതിയിലും ഈ കോൺക്രീറ്റ് തന്നെയാണ് ചെയ്യണത്. അതെ. പിന്നെ എന്തൊരു സാധനം നമ്മളെ നാട്ടിൽ വരുന്ന സമയത്ത് അത് ഏത് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് വീട് മാത്രമല്ല കേട്ടോ, കോൺക്രീറ്റ് കംപ്ലീറ്റ് ബേസ്മെന്റും മൊത്തം കോൺക്രീറ്റ് അടി മുതൽ, അതായത് പാതുക മുതൽ നമ്മൾ ഫുള്ളി കോൺക്രീറ്റിൽ ചെയ്തൊരു വീടാണ്. ഇത് നേരെ കയറുമ്പോ ഈ സ്റ്റെപ്പിന്റെ താഴേക്ക് ഈ തറ എല്ലാം കോൺക്രീറ്റ്. ഈ തറ 2 അടി മുകളിലേക്കും 1.5 അടിയോളം താഴത്തേക്കും ഈ ഫ്രണ്ടേജിലും. അത് ഓരോ മണ്ണിന്റെ ഇതിനനുസരിച്ചിട്ട് എത്രയാണോ ഡെപ്ത് പോയിരിക്കുന്നത് അത്രയും ഡെപ്തിൽ കോൺക്രീറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ആ ഒരു തറമെന്നാണ് ഇതുപോലുള്ള പില്ലറുകൾ പൊങ്ങി വരുന്നത്. എല്ലാതും ഫുള്ളി കണക്റ്റഡ് ആയിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കോർണറിൽ ഇപ്പം നമ്മളൊരു ഭൂമിയുടെ ഇത് പ്രകാരം ഭയങ്കര ലൂസ് മണ്ണായിരുന്നു. അവിടെ 6 അടിയോളം ഡെപ്ത് പോയിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇതിന്റെ തറയുടെ ഫുള്ള് ഡീറ്റെയിൽ വീഡിയോ നമ്മളെ ചാനൽ ചെയ്യുന്നുണ്ട്. ആർക്കാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കോൺക്രീറ്റ് ആ സമയത്ത് നിങ്ങൾ വന്നിട്ടില്ലല്ലോ, നമ്മൾ ഈ തറ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതിന്റെ വീഡിയോ നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട് ബേസ്മെന്റിൽ. ഓക്കെ, ഇതൊരു വലിയ വരാന്തയാണ്. ഒരുപാട് പില്ലറുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് സ്ലോ പ്രൂഫ് ആയിരിക്കും വരിക. അതെ, ഇത് ഫുള്ളി സ്ലോ പ്രൂഫ് ആണ്. അതുപോലെ തന്നെ മൊത്തം ഇതിന്റെ മുകളിൽ മൊത്തം സ്ലോ പ്രൂഫാണ് വരുന്നത്. അതായത് ഈ വീട് ടോട്ടലായിട്ട് കവറായിട്ട് എലിവേഷൻ കാണിച്ചത് ആ രീതിയിലാണ് വരുന്നത്. നമ്മളുള്ളത് കോട്ടയം കറക്റ്റ് പ്ലേസ് മൂനപ്പള്ളി അവിടെയാണ് വരുന്നത്. ഇവിടുത്തെ ഒരു സ്റ്റൈലും കൂടിയാണ് ആ റൂഫ് അല്ലേ? എല്ലാ വീടുകളിലും കണ്ടംപററി സ്റ്റൈല് വീട് നമ്മള് ഇവിടെ കുറവാണ്. നമ്മൾ ചെയ്യണ ചില വീടുകൾ മാത്രമേ ഉള്ളൂ കണ്ടംപററി. ഓക്കെ, നമുക്ക് വീടിന്റെ അകത്തുള്ള അടിപൊളി കാഴ്ചയുണ്ട്. വലിയ ഹാളൊക്കെ കോൺക്രീറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാല് ഇതായിരുന്നല്ലോ ഏറ്റവും വലിയ പരാതി. അതായത് ചുമരിന്റെ തിക്നെസ് ആയിരുന്നു. നമ്മള് ഫസ്റ്റ് വീഡിയോ കെട്ടപ്പോ ആൾക്കാർ 4 ഇഞ്ച് ആയിരുന്നു. 4 ഇഞ്ച് കനത്തിൽ ചുമര് ചെയ്ത പ്രശ്നമാണോ? ആ ഒരു ചോദ്യത്തിനുള്ള സൊല്യൂഷൻ അല്ലേ? 8 ഇഞ്ച് ചുമര് വെക്കുമ്പോൾ ഇതാണ് ഇപ്പൊ ഒരു നോർമൽ വീട്. അതായത് നമ്മൾ 8 ഇഞ്ചിൽ കല്ലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെയാണല്ലോ നമ്മളെ ഡോർ ഫ്രെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഒരു പീസ് ഉണ്ടായിരിക്കും. 4 ഇഞ്ച് ആകുമ്പോൾ ആ ഒരു സ്പേസും കൂടി വീടിന് കിട്ടും. പക്ഷെ അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് എന്തിനാണ് ഇട്ടിരിക്കണത്, ഇത് എന്തിനാണ് 8 ഇഞ്ച് ഇട്ടിരിക്കണത് എന്നുള്ളത് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ കാണിച്ചു തരാം. ഇതാണ് വിശാലമായിട്ടുള്ള ഒരു ഹാൾ സ്പേസ്. ഇതൊന്നും ഫുട്ബോൾ ഗ്രൗണ്ടോ? ഇത്രയും വലിയൊരു ഹാളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു വീട്ടിനകത്ത് ഇത്രയും വലിയ കാൻഡിലിവർ പോലെയൊക്കെ കൊടുത്തിരിക്കുകയാണല്ലോ. ഇത്രയും വലിയ സംഭവം എങ്ങനെ ഇത് സാധ്യമായെന്നാണ് എനിക്കൊരു ആശങ്ക. ആദ്യം തന്നെ ഇതിന്റെ സൈസ് പറഞ്ഞുതരാം. 19.5 അടി വീതി വരുന്നുണ്ട് ഇത് ഹാളിന്റെ. ഓക്കെ, 45 അടിയോളം ലെങ്ത് വരും കോട്ടിയാട് വരെ. ഇവിടെ കോട്ടിയാട് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഈ പൂള് പോലെ കിടക്കുന്നത് ഒരു കോട്ടിയാടാണ്. അത് പൂളാക്കാൻ ഇപ്പൊ ക്ലയന്റ് പറഞ്ഞിട്ടുണ്ട്. ഫൗണ്ടൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ സ്റ്റെയർ കേസ് വരുന്ന ഏരിയ ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെയർ വന്നിട്ട്, പിന്നെ അത് മാത്രമല്ല ആ സ്റ്റെയർ നമ്മൾ പുറത്തേക്കാണ് പ്രൊജക്ഷൻ കൊടുക്കുന്നത്, ലാൻഡിങ്. അപ്പൊ നമുക്ക് ഈ ഒരു സ്പേസ് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതായത് കോട്ടിയാടാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഒരു പൂളാണെന്നുണ്ടെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ, ഈ കാണുന്ന വലിയ ഗ്രൗണ്ട് പോലുള്ള സ്പേസ് എങ്ങനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത്? ഗ്രൗണ്ട് ഉണ്ടാക്കണോ വീടിനകത്ത്? പ്ലാന്? ആൾക്കാര് നമ്മൾ
ആദ്യമൊക്കെ ചെയ്യണ സമയത്തെല്ലാം ചെറിയ വീടുകളല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അതെ അതെ അതെ. അപ്പൊ ആൾക്കാർക്ക് ഒരുപാട് സംശയം, ഇതൊക്കെ ചെറിയ വീടുകൾ മാത്രമല്ലേ സാധിക്കുള്ളൂ, വലിയ വലിയ വീടുകൾ നമുക്ക് തന്നു കഴിഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ള കോൺഫിഡന്റ് ആളുകൾക്ക് വരണമെങ്കിൽ ചെറുത് ചെയ്ത് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഇപ്പോ കോട്ടയത്ത് ഇന്നലെ ചെയ്ത വീട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു 3000 സ്ക്വയർ ഫീറ്റ് വീട് തരുന്നത് ആളാ, പിന്നെ ആളെ വീഡിയോ നിങ്ങൾ ഇട്ടു. അപ്പൊ ആ വീഡിയോ കാണുമ്പോഴാണ് ആൾക്കാർക്ക് ഇവർക്ക് ഇങ്ങനെ വലുത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഈ ഹാളിന്റെ വീഡിയോ കാണുമ്പോഴാണ് ഓരോരുത്തരും മനസ്സിലുള്ളത് നമ്മളേക്ക് കണക്ട് ആവുക. ഇപ്പോഴും ഞങ്ങൾക്ക് വരുന്ന പകുതി കോൾസും നിങ്ങളെ വീഡിയോസിന്റെ കോൾസ് ആണ് അല്ലേ അമ്മ? കോൾ എടുക്കുന്ന ആളാണ്. അപ്പൊ ഇപ്പൊ ഇന്ന് രാവിലെ വിളിച്ച ആളും കൂടി ഡെക്കോറിന്റെ വീഡിയോ കണ്ടിട്ടല്ലേ. അവരിത് ടിവിയിൽ കണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് ചിലപ്പോ വിളിക്കുക. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യാറ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ കണ്ട് വിളിക്കുന്ന ആൾക്കാർക്ക് അവരിപ്പോ 3-4 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നമ്മളെ സ്റ്റാർട്ടിങ് വീഡിയോ ഒക്കെ അല്ലേ, അത് കണ്ടിട്ട് വിളിക്കും. ഞാൻ പറയുമ്പോ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയണം. അതിലൊരു കാര്യമുണ്ട്, അതായത് ആ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ റേറ്റ് നിങ്ങൾ സ്റ്റാർട്ടിങ് ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് പറഞ്ഞു. കുറച്ച് പറഞ്ഞതല്ല, അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്തൊരു സംരംഭം തുടങ്ങണമെങ്കിലും പരസ്യം വേണം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ കിടക്കണ ഞാൻ, നിങ്ങൾ അരീക്കോട് കിടക്കണത്, അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഒരു കോൺട്രാക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ പരിസര പ്രദേശങ്ങളിൽ മാത്രം വർക്ക് കിട്ടേണ്ട ഒരു മനുഷ്യനാണ്. അപ്പൊ നമ്മള് ഇങ്ങനെ പ്രൈസ് കുറച്ച് നിങ്ങളെ റീച്ചുള്ള പോലത്തെ ഒരു ചാനലിൽ ഇത് വീഡിയോ ഇടുകൊണ്ടാണ് ഓൾ കേരള ഇന്ന് കാസർഗോഡ് ജില്ലയിലല്ലാത്ത ബാക്കി എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കോൺക്രീറ്റ് വീട്. ഞാനതാ പറഞ്ഞത്, നിങ്ങൾ ഒരു തിരുവനന്തപുരം ടു കണ്ണൂർ വരെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഞങ്ങൾ വരില്ല, നിങ്ങൾക്ക് ഓരോ വീടും കയറിയിട്ട് ഷൂട്ട് ചെയ്യാം. അത് ഹൗസ് വാമിങ് കഴിഞ്ഞതും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ ചെയ്യാൻ പറ്റും. എല്ലാ സ്റ്റേജിലും ഉണ്ട്. ഇതിനകത്ത് വേറെ കാര്യം എടുത്തു പറയേണ്ടത്, ഒരു കപ്പിൾ അല്ലെങ്കിൽ ഒരു ഫാമിലി തന്നെയാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്, ഒരു കോർഡിനേഷൻ, ഒരു എങ്ങനെയാണ് സാധിച്ചത്? അതാണ് ഇപ്പൊ നിങ്ങള് അതിനാണ് ക്ഷയിക്കേണ്ടത്. അതായത് ഇപ്പം 2 വർഷം കഴിഞ്ഞു നമ്മൾ ഈ സംരംഭം തുടങ്ങിയിട്ട്. ഞാനും എന്റെ വൈഫും കൊണ്ട് നടക്കണേ കൊണ്ട് ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത് 2 വർഷമായിട്ട് ഓൾ കേരള ഒരേപോലെ ഇപ്പോഴും നടന്നു പോകാനുള്ള മെയിൻ റീസൺ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ നമ്മള് ആണുങ്ങൾക്ക് പല നേരത്തും ഇപ്പൊ ഞാൻ ഇതേപോലത്തെ 10ഓളം പ്രോജക്റ്റ് ഓൾറെഡി ഇപ്പൊ റണ്ണിങ് ആണ്. ചുമര് വർക്കായിട്ടും മെയിൻ സ്ലാബായിട്ടും ഇതേപോലെ ഇന്റീരിയൽ വയറിങ് ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ 10-15 സ്റ്റാഫുണ്ട്. ഇവരെല്ലാ കാര്യങ്ങളും നോക്കാനും ഇത് നോക്കാനും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ സമയം. ഇപ്പൊ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഏതോ ഒരു മൂഡിൽ ഇരിക്കുന്ന ഒരാൾ ഫോൺ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അതേപോലെ പ്രതികരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അതെല്ലാം അമ്മ ഹാൻഡിൽ ചെയ്യുകൊണ്ട് ഓക്കെ അവര് വിളിക്കുന്ന സമയത്ത് അവർക്കുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഞാൻ ഒരാളോട് സംസാരിക്കാറില്ല. മിക്കവാറും ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണും, നിങ്ങളത് കണ്ടതിന് ശേഷം ഞങ്ങളത് റെഫറൻസിന് കൊടുക്കും. അപ്പൊ ഞങ്ങൾ വീഡിയോസ് കണ്ടിട്ട് അവർ ഓക്കെ ആയി കഴിഞ്ഞിട്ട് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ക്ലയന്റിനോട് സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു വലിയ ഹാളില് മേലെ നിങ്ങൾ എങ്ങനെയാണ് ബീം കാര്യങ്ങൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഇതിന്റെ മിഡിൽ, അതായത് ഇതിന്റെ ശരിക്കും ലോഡ് വരുന്നത് ഈ ഒരു സെൻട്രൽ ബീമിലാണ് വരുന്നത്. ഇത്രയും വലിയ ഹാളായ കാരണം കൊണ്ട് നമ്മളത് 2 അടിയാണ് ഡെപ്ത് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് 5 ഇഞ്ച് മെയിൻ സ്ലാബാണ് വന്നിരിക്കുന്നത്. 5 ഇഞ്ച് മെയിൻ സ്ലാബാണ്. ഈ ഫുൾ ബീമിലും നമ്മൾ 20 mm റീബാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 20 ശ്രദ്ധിക്കണം, 20 കൊടുക്കണം, എന്നാലേ ബലം കിട്ടുള്ളൂ. സാധാരണ രീതിയിൽ ഇത്രയും വലിയ സ്പാൻ ഉള്ള ഒരു സ്ലാബിന്റെ മുകളിൽ കയറിയിട്ട് ആൾക്കാർക്ക് ഒന്ന് വൈബ്രേഷൻ വരും, അതായത് ഒന്ന് ചാടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേഷൻ, ആ വൈബ്രേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ബീമുകൾ കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിയ സ്പാന് കൊടുക്കുന്ന സമയത്തുള്ള ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്ലയന്റിന് ഈ ബീംസ് ഇഷ്ടമല്ല. അല്ല, ബീംസ് നമുക്ക് ഇത് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം, കാരണം ഇത് ഇപ്പൊ 12 അടിയാണ് ഹൈറ്റ് ചുമര്. നമ്മൾ ആ ബീം വെച്ചിട്ട് തന്നെ ഒരു ഡിസൈൻ ആക്കി എടുക്കാനാണ് ഇപ്പൊ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ക്ലയന്റ് ഫുള്ളി നമുക്ക് വിട്ടു തന്നിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. ഈ ക്ലയന്റ് എവിടെയുള്ളതാ? ഈ ക്ലയന്റ് UK അപ്പൊ അതായത് ആ ക്ലയന്റ് ഇവിടെ വരുന്നേ ഇല്ല, ഇത് ഫുൾ നിങ്ങൾ ഏൽപ്പിച്ചു? ക്ലയന്റ് മാത്രമല്ല, ക്ലയന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു മനുഷ്യനില്ല ഇവിടെ, ഫുൾ അമ്മൂനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ വർക്കുകളുടെ കാര്യങ്ങളൊന്നും നോക്കണം, കോർഡിനേഷനും കാര്യങ്ങളും എല്ലാം അവര് തമ്മിലാണ്. കാരണം വർക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്ലയന്റ് ആരും നാട്ടിലില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. കാരണം സ്ട്രക്ചർ കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ വർക്കിനും ഞങ്ങൾ ഇതേപോലെ വന്നിട്ട് അതിൽ കോർഡിനേഷൻ ചെയ്യണം, നമ്മളവിടെ ആൾക്കാരെ അറേഞ്ച് ചെയ്യണം, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അല്ല, ഈ ഒരു വർക്കിന്റെ ഫുൾ വർക്ക് നിങ്ങളാണ് ചെയ്യുന്നത്, എങ്ങനെയാണ്? ഇതിപ്പോ അവർ വരുമ്പോഴേക്ക് ചാവി കൊടുക്കണം എന്നാ പറയുന്നത്. കാരണം വേറെ ആരും ചെയ്യാനില്ലല്ലോ. അമ്മച്ചി മാത്രം ഉണ്ടായിരുന്നു ക്ലയന്റിന്റെ ഇവിടെ. അമ്മച്ചി ഇപ്പൊ ഒരു 2 മാസം മുന്നേ അമ്മച്ചിയും UK പോയി. അപ്പൊ ഇവിടെ ആരും ഇല്ല. ഇത് സീലിംഗ് ജിപ്സത്തിൽ ചെയ്യാനായിരിക്കും. അതെ, ഇത് അപ്പൊ അതങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യാം. ഇതിപ്പോ നമ്മള് മെയിൻ ലീവിംഗ് ആണ്. ആ മെയിൻ ലീവിംഗ് ഇവിടെ കാരണം കൊണ്ടാണ് നമ്മളൊരു പ്ലസ് ബീം കൊടുത്ത് ഈ 4 സൈഡിലും സ്ക്വയറിൽ 4, അതിൽ നമുക്ക് ഇനി സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ
ഈ ഒരു ഇതിലാണ് വരാൻ പോണത്. ഓക്കെ, ലൈറ്റ് അല്ലേ? ഇപ്പൊ സംഭവം ഇത്രയും വലിയ ഹാളാണെന്നുണ്ടെങ്കിലും ഇതിന്റെ മിഡിൽ പാർട്ടീഷൻ വരുന്നുണ്ട്. ഓക്കെ, കാരണം ഇത് ലിവിങ്ങും അത് ഡൈനിങ്ങും ആയിട്ട് സെപ്പറേഷൻ ചെയ്യും. ആ സെപ്പറേഷൻ ചെയ്യണ സമയത്ത് നമുക്ക് ഈ ഒരു ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബീം നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, ഇതേപോലെ അടിച്ചാൽ മതി. പ്ലെയിൻ ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇത് ഓൾറെഡി ഹൈറ്റും ജാസ്തി ഉണ്ട്, 12 അടിയോളം ഹൈറ്റ് വരുന്നുണ്ട്. സെയിം നമ്മൾ ഈ മിഡിൽ ബീമിനനുസരിച്ചിട്ട് ഇവിടെ പാർട്ടീഷനും കൂടി വന്നു കഴിഞ്ഞാൽ ഇത് കാണില്ല. പിന്നെ ആ പ്ലസ് ബീം നമ്മൾ കാണിക്കാനായിട്ടാണ്, അത് നമ്മളൊരു പ്ലസ് പോയിന്റ് ആണ്, അത് കാണിക്കണം. കാരണം ഇത്രയും എക്സ്പെൻസ് ചെയ്ത് നമ്മൾ ബീമുകൾ ഇട്ട് കഴിഞ്ഞാൽ അതിനെ മോഡിഫൈ ചെയ്തിട്ട് നന്നാക്കുക എന്നല്ലാണ്ട് അത് കവർ ചെയ്ത് കളയാൻ പാടില്ല. അതാണ് എന്റെ ഒരു അഭിപ്രായം. നല്ല ഐഡിയ. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കണം. നമ്മളെ വ്യൂവേഴ്സ് കാണുന്നുണ്ട്, അതിനകത്തൊക്കെ വയറിംഗ് ചെയ്തിട്ട് കാണുന്നുണ്ട്. ഇത് നിങ്ങൾ തന്നെ ചെയ്തിട്ട് തന്നെയാണല്ലോ കൊടുക്കുന്നത്? വയറിങ്ങിന്റെ കാര്യം പറയുമ്പോൾ നമ്മളെ മെയിൻ ഇലക്ട്രീഷ്യൻ വേണ്ട ചേട്ടാ ഇങ്ങോട്ട് വരിക. ഇവർക്കൊക്കെ മടിയാണ്, മുഖം കാണിക്കാൻ മടി അല്ലേ? അത് ഈ ക്യാമറ ആദ്യമായിട്ട് കാണുമ്പോഴാണ് എല്ലാ ആൾക്കാർക്കുള്ള മടിയാണ്. ഇതാണ് അയച്ചേട്ടൻ. ഇപ്പൊ നമ്മള് ഇന്നലെ ചെയ്ത മാത്യു സാറിന്റെ വീടിന്റെ മനസ്സിലായില്ലേ? മാത്യു സാറിന്റെ വീട് ചെയ്യണ സമയത്താണ് നമുക്ക് അയച്ചേട്ടനെ കിട്ടിയത്. കാരണം അന്ന് നമുക്ക് ഇങ്ങനെ ഫുള്ളി ഇലക്ട്രിക്കൽ വർക്ക് നമ്മൾ ചെയ്തിരുന്നില്ല അല്ലേ? കാരണം നമ്മൾ സ്ട്രക്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വയർ വലി ഉണ്ടായിരുന്നില്ല. നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയും കൊണ്ട് നമുക്ക് തൊഴിലക്കേടായി. ഈ പറഞ്ഞ പോലെ ആ കോള് അമ്മൂനെ അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടായി. ക്ലയന്റിന് പുതിയ ആൾക്കാർ വിളിക്കണതൊക്കെ ഇവള് ഡീൽ ചെയ്യും. പക്ഷെ ഈ ഇലക്ട്രീഷ്യന്മാർ വിളിച്ചിട്ട് നിങ്ങൾ ഇവിടുത്തെ പൈപ്പ് കിട്ടണില്ല, ഈ പൈപ്പ് കിട്ടണില്ല, ഇത് വലിക്കാൻ പറ്റണില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഫുൾ പ്രഷറായി. കാരണം 4 വീട് വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരു പണിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വയറിങ്ങും കൂടി ഇൻക്ലൂഡ് ആക്കിയത്. അപ്പൊ പിന്നെ ഇഷ്യൂ വരുന്നില്ല. വയറിംഗ് ഇൻക്ലൂഡിങ് മാത്രമല്ല, വയറിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുവിധം വീടുകളെല്ലാം ഇവർ തന്നെയാണ് അതിന്റെ കംപ്ലീഷനും ചെയ്യണത്. അത് ഈ ഭാഗത്ത് മാത്രമാണോ? എല്ലാ ഭാഗത്തേക്കും വേറെ വേറെ ടീമുണ്ടോ? 3 ടീമുണ്ട്. 3 ടീമുണ്ട്. അല്ല, കോട്ടയം ഭാഗത്ത് ഒരാള് അല്ല, കോട്ടയം ഭാഗത്തുനിന്നല്ല. അയച്ചേട്ടൻ ഇന്നലെ എവിടെ ആയിരുന്നു? തിരുവനന്തപുരം ചെയ്യുന്നുണ്ട്, കോട്ടയം, എറണാകുളം, ഇടുക്കി. അതായത് ഈ ഒരു ഏരിയ മൊത്തം ഇവർക്ക്. മലപ്പുറം ഏരിയ നമ്മളെ തന്നെ ധനേഷിന്റെ ബ്രദറെ പവീഷ് അവിടെയും ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് തൃശ്ശൂര് നമ്മളെ സെബു. കാരണം തൃശ്ശൂർ ഒരുപാട് പ്രോജക്റ്റ് ഉണ്ട്. നേരത്തെ കണ്ട വലിയ വീട് നമുക്ക് എല്ലാ ഏരിയയും കവർ ചെയ്യും വേണം, പെട്ടെന്ന് ആവും വേണം. കാരണം ഓരോ വീടിന്റെ ഇലക്ട്രിക്കൽ വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ ആവില്ല. പറ്റുമോ? ഇപ്പൊ തന്നെ എന്റെ ഈ കട്ടപ്പനയത്ത് ഇടുക്കിയിട്ടുള്ള പ്രോജക്റ്റ് കൊടുത്താൽ തന്നെ ഇവർക്ക് പിന്നെ വേറൊരു പണിക്കും പോകാൻ പറ്റില്ല. കാരണം അത്രയും വർക്കുകൾ പെൻഡിങ് ആയി കിടക്കല്ലേ. പിന്നെ ഇത്രയും ചേട്ടത്തൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇത്രയും വയറിങ് ഇവിടെ ചെയ്ത് കഴിഞ്ഞു. അല്ല, എല്ലാ ആൾക്കാർക്കും ഇതാണ്. ഇവരെ വെച്ചിട്ട് എന്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ വീഡിയോ വന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കാൻ പോണത് ഈ വീട് എങ്ങനെ വയർ ചെയ്യുക, എങ്ങനെ പ്ലംബ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇനി ഞാനൊന്നും പറയണില്ല, ആ ഡീറ്റെയിൽസ് ഇവരോട് ചോദിച്ചാൽ മതി. കാരണം ഇവര് ഒരു വീട് എങ്ങനെ വയർ ചെയ്യണോ, എങ്ങനെ പ്ലംബ് ചെയ്യണോ, ഈ കോൺക്രീറ്റ് വീട്ടിൽ ഈസി ആണോ, അത് ഇവരാണ് പറയേണ്ടത്. അല്ല, അത് ഈസി ആണോ എന്ന് മാത്രം ഒന്ന് പറഞ്ഞു കൊടുത്തത് നമ്മളെ വ്യൂവേഴ്സിന്. ഇങ്ങനെ ഒരു വയറിങ് ചെയ്യുമ്പോൾ സാധാരണ വീട് പണിയുടെ പോലെ കട്ട് ചെയ്ത് പരിപാടികളൊന്നും ഇല്ല അതിനകത്ത്. എല്ലാം ആദ്യം തന്നെ ചെയ്യണം. എങ്ങനെയാണ് അതിന്റെ ഒരു പ്ലാൻ? ഈ വീട് എന്ന് പറയുന്നത് ലക്ഷറി വീട് തന്നെയാണ്. ഒരു 3500 സ്ക്വയർ ഫീറ്റ് ഉള്ള ലക്ഷറി വീട് തന്നെയാണ്. ഈ വീടിനകത്ത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നതായിട്ട് വേറെ ഒരു സംഭവം, എല്ലാ സാധനവും ഇതിനകത്ത് ഇൻക്ലൂഡ് ആകുന്നുണ്ട്. ഓട്ടോമേഷൻ ഉണ്ട്, ഓട്ടോമേഷൻ സ്വിച്ചുകളുണ്ട്, വൈഫൈ കണക്ഷൻ വരുന്നുണ്ട്, ക്യാമറയുടെ പോയിന്റ്, എല്ലാ സംവിധാനവും ഈ ഒരു വീട്ടിൽ നമ്മൾ ഇപ്പം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇതിനകത്ത് ഒരു 80% നമുക്ക് ഇവര് ചുമര് വെക്കുമ്പോൾ തന്നെ അത് അതിന്റെ പ്രശ്നം ഇട്ട് നമുക്കത് വാർക്കുന്ന സമയത്ത് തന്നെ നമുക്കത് ആക്കി തരുന്നുണ്ട്. പിന്നെ പോയിട്ട് ഈ ക്ലയന്റ് പറയുമ്പോൾ ബെഡ് എങ്ങനെ ഇടുന്നു, അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ദിശകൾ മാറുകയും ലൈറ്റ് പോയിന്റുകൾ മാറുകയും അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ വരുന്നതാണ് ഏറ്റവും ക്ലയന്റുകൾക്കുള്ള സംശയം. അതായത് ഈ കോൺക്രീറ്റ് വീടാണ്, ഇതിലൊരു സ്വിച്ച് ബോക്സ് ഇനി എങ്ങനെ വെക്കാൻ പറ്റും ഭയങ്കര സംശയം വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിലൂടെ സംശയം തീരണം അല്ലേ? അതായത് പോയിന്റ്സ് കാണാട്ടോ. അല്ല, ഇതാണ് നേരത്തെ അയച്ചേട്ടൻ പറഞ്ഞ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബെഡ്റൂം ആണ്. പക്ഷെ ഇതിലെ പൊസിഷൻ വേറെ ആയിരുന്നു ബെഡിന്റെ. ഇങ്ങനെ ഹെഡ് ഇവിടെ വരും അല്ലേ? അതെന്താ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻ വരയ്ക്കുമ്പോൾ വാസ്തു പ്രകാരമൊക്കെ നോക്കി വരയ്ക്കും. ഓക്കെ, ലാസ്റ്റ് വീടാവണ സമയത്ത് നമ്മളിത് എങ്ങനെയാണ് ഫോളോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഒരു വീട് ചെയ്യണ സമയത്ത് ഫോർ പ്ലാനിങ് തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചോദിക്കണ്ട അല്ലേ ചേട്ടാ? അപ്പൊ നമുക്ക് ബെഡ് എവിടെ വരുന്നത് ഞങ്ങൾ പോയിന്റ് ഇടാം. അപ്പൊ നമ്മൾ ഇതിൽ ഫ്ലോർ പ്ലാനിങ്ങിൽ ഇവിടെ ഇരുന്ന് ബെഡ്. അപ്പൊ പിന്നെ ക്ലയന്റിന് ഇത് തോന്നുകയാണ്, അയ്യോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കൺജസ്റ്റഡ് ആവില്ല, എങ്ങനെ ബാത്റൂമിലേക്ക് പറയും വാസ്തു ഒന്നും വേണ്ടവനേട്ടാ നിങ്ങൾ അങ്ങോട്ട് മാറ്റിയെന്ന് പറയുമ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന സാധനം നമ്മൾ ഇവിടേക്ക് വേറെ ഇവര് കട്ട് ചെയ്ത് വെക്കണം.
ഈ ഒരു കട്ടിംഗ് ആണ് അയച്ചേട്ടൻ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതാണ് ആൾക്കാർക്ക് വലിയ പ്രശ്നം. കോൺക്രീറ്റ് ചുമര് എങ്ങനെ ഇത് കട്ട് ചെയ്ത്, അപ്പൊ ഇതേ രീതിയിൽ തന്നെയാണ് പ്ലംബിങ്ങും ചെയ്യണം കേട്ടോ. കോൺക്രീറ്റ് കട്ട് ചെയ്യാന്നുള്ള ഒരു കോംപ്ലിക്കേഷൻ അല്ല. ഇവിടെ ബാത്റൂമിൽ പ്ലംബിംഗ് ചെയ്തിട്ടുണ്ട് അല്ലെ, എല്ലാം ഇവിടെ കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കോൺക്രീറ്റ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലുള്ള മെഷീനുകളൊന്നും ഉണ്ടല്ലോ. അല്ല, സ്വാഭാവികമായിട്ട് അത് വെറുതെ. ഇപ്പൊ നോർമൽ വീടുകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതായത് കല്ലിൽ ചെയ്യുന്ന വീട്, അപ്പൊ ലിൻഡലിൽ കട്ട് ചെയ്യണ്ടേ? മെയിൻ സ്ലാബിന്റെ മുകളിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പൈപ്പ് കൊണ്ടുപോയി അത് കട്ട് ചെയ്യാറില്ലേ? അതെല്ലാം വീടിനും ചെയ്യണതാണ്. പക്ഷെ ആൾക്കാർ പെട്ടെന്ന് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് പറഞ്ഞത് കേട്ടോ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത. പിന്നെ ഇതൊരിതാണ്, ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ്. ഫെറോസിമെന്റിൽ ചെയ്യണ സമയത്ത് ഫെറോസിമെന്റ് എങ്ങനെ കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് നോക്കി നോക്കും. നല്ല ഫിനിഷ് ആയിട്ടുണ്ട് ഈ വർക്ക് എന്ന് എടുത്ത് പറയണം. ഇത് ഞങ്ങളെ ഫിനിഷിങ് കറക്റ്റ് ആണ്. ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എവിടെ നിൽക്കുന്നത്? കോട്ടയം. ഫെറോസിമെന്റ് എവിടെ നിന്ന് വന്നിരിക്കുന്നത്? വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്, വീഡിയോയിൽ പെട്ടെന്നൊന്നും അറിയില്ല. ഫെറോസിമെന്റ് വന്നിരിക്കുന്നത് പെരിന്തൽമണ്ണ നാട്ടിൽ നിന്ന് വന്നതാണ്. അതപ്പോ ചില ആൾക്കാർ, ഇപ്പൊ നമ്മൾ ഈ നാട്ടിലെ ആൾക്കാർ കാണും, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടുന്ന് അത് ചെയ്തില്ല? ഇവിടെ അവൈലബിൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോ പെരിന്തൽമണ്ണെന്ന് കൊടുന്ന് ചെയ്യണേക്കാളും ഏകദേശം ഒരു 20,000-25,000 ഉറുപ്പ്യ പ്രൈസും കമ്മിയായിരിക്കും. ആ പ്രൈസ് എന്താണെന്ന് അറിയില്ലേ? കാരണം പെരിന്തൽമണ്ണെന്ന് 2 ട്രിപ്പായിട്ട് വണ്ടി വരുമ്പോ ആ വണ്ടിയുടെ വാടക തന്നെ വരും. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ റിസ്ക് എടുക്കാൻ വയ്യ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫുള്ളി നമ്മൾ ഉത്തരവാദിത്തത്തിൽ ചെയ്യണ സമയത്ത് ഇപ്പൊ ഫെറോസിമെന്റ് എനിക്ക് പ്രവീണേട്ടനെ ഒരു സൈറ്റിലേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിന്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. അവര് പോയിട്ട് എല്ലാം അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തോളും. അപ്പൊ നമ്മളോട് കോൺടാക്ട് ചെയ്യുന്ന ക്ലയന്റിനോട് നമ്മൾ പറയും, ഇങ്ങനെയാണ് നിങ്ങൾക്ക് നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് കമ്മിയാക്കി ചെയ്യാം, ക്വാളിറ്റി നമ്മളെ രീതിയിൽ തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം നമ്മൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്യുള്ളൂ. പൈസ കൂടും. ഈ ഒരു ഫിനിഷിംഗ് കിട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. ഫിനിഷിംഗ് ഡബിൾ സൈഡ് ഫിനിഷിംഗ് വരുന്നുണ്ട്, സൈഡിൽ തിക്നെസ് കൂടിയതുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. മെയിൻ ആയിട്ട് ഇതിന്റെ സ്ലാബിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്, ബലം കൂടുതൽ വരുന്നുണ്ട്. അതാണ് മെയിൻ. അതിപ്പോ കട്ട് ചെയ്യണ സമയത്ത് നമുക്കറിയാം. കാരണം നമ്മൾ പല സൈറ്റിലും പോണതാണ്. അതിന്റെ ഒരു പീസ് ചവിട്ടി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇതെന്റെ സ്ട്രക്ചറിന്റെ പുറമേ ഉള്ള വർക്കാണ്, എക്സ്ട്രാ വർക്കാണ്. അതോ ഞാൻ ഇവരെ കണക്ട് ചെയ്ത് കൊടുക്കണേ ഉള്ളൂ. ക്ലയന്റും പൈസ ഡീലിംഗ് ഒക്കെ ക്ലയന്റും അവരും തമ്മിൽ മാത്രമാണ്. നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ വീട് അത്രയും നന്നായിട്ട് ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. നമുക്ക് കിച്ചൺ പറഞ്ഞിട്ടൊന്ന് അവരെ കാണിക്കാം അല്ലെ. കിച്ചണിക്കാണ് ഇപ്പൊ അവര് വന്നിരിക്കണ കേട്ടോ ചെയ്യാന്. റോസിമിന്റെ ടീം തന്നെയാണ് അല്ലെ. ഈ കിച്ചൺ ഇനി മൊത്തം സ്ലാബായി മാറൂല്ലേ ഈ സൈഡൊക്കെ? ഇപ്പൊ ഈ ഒരു ഇത് ചെയ്യാനാണ് ഇപ്പൊ പെരിന്തൽമണ്ണ വരികയാണ് കേട്ടോ. റോസിമിന്റെ വർക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അയാൾ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ ആൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നെ പണി. എല്ലാ കേരളത്തിലുള്ള ഒരുവിധം കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോയിട്ട് എല്ലാ വർക്കിന്റെ ക്വാളിറ്റി അറിയാം. രണ്ട് സൈഡ് ഫിനിഷ് ഉള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഈ വീടിന്റെ ഓണറും പൈസയുടെ ഡീലിംഗ് ഒക്കെ ഇവര് തമ്മിൽ ഡയറക്റ്റ് ആണ്. നമ്മൾ അതിൽ ഒരു ഇതും ഇല്ല. അപ്പൊ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ക്വാളിറ്റി, അതായത് നമ്മള് അയൽക്കാരനാണ്, നമ്മൾ ഇതിന് മുന്നേ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെയ്ത വർക്കുകളൊക്കെ ഓക്കെ പോണ്ട് റിസ്ക് എടുത്തിട്ട് കൊണ്ടാണ് ഇവരെ മാത്രമല്ല, ഇയാൾ അതിനേക്കാൾ റിസ്ക് എടുക്കുന്നുണ്ട്. അനിയന്മാരെ കൊണ്ടാണ് അവര് വിളിച്ചാൽ വരില്ല എന്നാ പറയണത്. ദൂരായതുകൊണ്ട് അതൊരു പ്രശ്നമാണ് കേട്ടോ. ഇതാ ഇവരെല്ലാരും ഒന്ന് കാണിച്ചത് ഇതൊക്കെ ഇവിടെ ലേബേഴ്സ് ആണ്, ഈ ഒരു വീടിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഒരു റൂമും കൂടെ കാണിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കാം. റൂമുകൾ എത്ര ഉണ്ട് ഈ ഒരു വീട്ടില്? ഇതില് 4 ബെഡ്റൂം ആണ്. 4 ബെഡ്റൂം ആണ് അല്ലെ. അപ്പൊ നമ്മള് റൂം ഇപ്പൊ ഓൾറെഡി കണ്ടു, വലിയ റൂം സെയിം തന്നെ. ഈ ലൈനിൽ 3 ബെഡ്റൂം വരുന്നത്, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിന്റെ ഫുൾ എല്ലാം കോൺക്രീറ്റ്, ബാത്റൂമിന്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആണ്. രണ്ട് എൻഡിലെ റൂമിലും ബേവിൻഡോ ഉണ്ട്. ഈ ബേവിൻഡോ സാധാരണ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. ഇവിടെ നിങ്ങൾ ആൾ കോൺക്രീറ്റില് ബേവിൻഡോ അങ്ങ് ആയി. അതൊക്കെ ഏറ്റവും വലിയ സാധാരണ ഒരു സാധാ കല്ലിൽ കട്ടുന്ന ആൾക്ക് ഈ ഒരു ബേവിൻഡോ വെക്കുന്നത് തന്നെ കണ്ടന്റാ. ഒരു ബേവിൻഡോ വെക്കുന്നത് വലിയൊരു കണ്ടന്റ് ആണ്. കാരണം ബേവിൻഡോന് വേണ്ടിട്ട് 10 വീഡിയോസ് എല്ലാം ഇടും. കാരണം അത്രയും കഷ്ടപ്പാടുണ്ട് അവർക്ക്. അത് നമുക്ക് അങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഫുള്ളി കണ്ടന്റ് ആണ്, ഫുള്ളി കോൺക്രീറ്റ് ആണ്. പിന്നെ നമ്മള് കേബിളിന്റെ കാര്യം ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിൽവെക്സും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പോ എവിടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൊറിയറായിട്ടും ഇതായിട്ടും നമുക്ക് അയച്ചു തരും. ഓക്കെ, അപ്പൊ ഈ വീടിന്റെ കാഴ്ചകളും അതിന്റെ ബാക്കിലുള്ള വർക്കുകളും എല്ലാം കൂടെ ഒന്ന് കറക്കി കാണിച്ച് മനസ്സിലാക്കി തന്നതായിരുന്നു. അപ്പൊ നമ്മള് കോട്ടയത്താണുള്ളത്. ഇപ്പൊ ഓൾറെഡി പറഞ്ഞ പോലെ കേരളത്തിലെ എവിടെയാണെങ്കിൽ നമ്മൾ വർക്ക് എടുക്കും. ഇനി അതിനപ്പുറത്തേക്ക് തമിഴ്നാട്, കാരണം നമുക്ക് തന്നെ എൻക്വയറി നമുക്ക് വരാറുണ്ട്. തമിഴ്നാട് കാരണം ചെയ്യുമെന്ന്. നമ്മൾ തുടക്കത്തില് ഒരു സൈറ്റ് ബാംഗ്ലൂർ എടുത്തിട്ടുണ്ടായിരുന്നു, 2 നില വീട്. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ 2 നില വീട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ അതൊരു എൻ്റെ 10 സൈറ്റ് ബ്ലോക്കാണ്. ഇത് ആരും ഇതല്ല. ഞങ്ങൾക്ക് ഇപ്പോഴും ആളുടെ വീഡിയോ കണ്ടിട്ട് ദിവസവും എന്ന് പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വിളി വരുന്നുണ്ട്. പോകാൻ പറ്റാത്തതിന്റെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഓൾ കേരള എന്ന് പറയുമ്പോൾ
നമ്മൾ കണ്ണൂരിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലെ നമ്മളേക്ക് എനിക്ക് തിരുവനന്തപുരം വരെ കവർ ചെയ്യാം, സൈറ്റിൽ പോവാം. പിന്നെ നമ്മൾ ഈ പ്രൊജക്ട് എടുത്താൽ മാത്രം പോരാ, ഈ ക്ലയന്റിനൊക്കെ നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ തമിഴ്നാടോ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ട് അവിടെ ഇതാവും. അപ്പം നമ്മൾ ഇവിടുത്തെ എല്ലാ പ്രൊജക്റ്റുകളും ബ്ലോക്ക് ആയി പോകും. അതുകൊണ്ടാണ് പുറത്തത്തെ എടുക്കാത്തത്. പിന്നെ ഓടിയെത്തില്ല. അത് വെറുതെ റിസ്ക് എടുക്കുക എന്നല്ല, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് ചെയ്യണം. നമ്മൾ പ്രൊജക്ട് തന്നെ കൂടുതൽ വരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. കാരണം അറിയാലോ, ഇപ്പോൾ കുറച്ച് മുന്നേ ലേബർ ഇഷ്യൂസ് ഭയങ്കരതായ സമയത്ത്, പിന്നെ ഇതൊക്കെ കമ്മിറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് അറിയണ്ടായിരുന്നില്ല ഇങ്ങനെ ഇലക്ഷൻ വരും, ആൾക്കാർ ഇങ്ങനെ ഇവിടുന്ന് പോവും, നമ്മളെ വർക്ക് എല്ലാം കൂടെ കൂടിയിട്ട് പെൻഡിങ് ആവും. കാരണം ഒരു മാസം 4 പുതിയ പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വീടുകൾ ബുക്കിംഗ് ചെയ്യണത്. അത് 4 പ്രോജക്റ്റ് കറക്റ്റായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ 1-2 വീടുകളാണ് ഇതേപോലത്തെ വലിയ വീടുകളുള്ളത്. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കിയിടും. കാരണം അതൊരു മാസം കൊണ്ട് തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ വയനാട് നമ്മൾ 4000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതിപ്പോൾ 2-2.5 മാസമായിരിക്കും ഇതിൻ്റെ ചുമരിൻ്റെ വർക്ക് തീരാൻ. ഈ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടൊക്കെ ആകുമ്പോൾ ഒരു മാസം കൊണ്ട് നമ്മളെ ചുമരിൻ്റെ വർക്ക് തീരും. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം അറിഞ്ഞൂടെ, മഴ, നമ്മളിത് ഒരു നോർമലായിട്ട് മഴയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കല്ല. ഓക്കെ, എന്തായാലും ഒരുപാട് റിസ്കുകൾ എടുത്തിട്ട് തന്നെയാണ് ഇതുപോലുള്ള വർക്കുകൾ ചെയ്യുന്നത്. ഒന്നും കൂടെ ക്ഷയിക്കാൻ. ഓക്കെ.